കോയക്കാ ആ ഒരു കാര്യം പറയാണ്ടെന്ന് എവിടേക്ക് നിങ്ങൾ അർജന്റാക്കി പോകും മോനെ ഈ ഒരു കാര്യം ചെയ്യും പള്ളി പോയിട്ടേ കടയിൽ നിന്ന് സാധനമായിട്ട് വേഗം പെരിപ്പോയിക്കോട്ടോ എന്താ നട്ടുച്ചക്ക് ചെയ്യണേ ഇതൊക്കെ വല്ലപ്പോഴും ലീവ് കിട്ടുമ്പോഴല്ലേ ചെയ്യല് നിങ്ങൾ പേര് നിങ്ങളോട് കാര്യം ചോദിക്കാൻ ഇന്നലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒഴിഞ്ഞു കിട്ടിയില്ല നിങ്ങളെ എന്തേന്നു അത് ചെറിയൊരു കാര്യമാണേ എന്നാ വെയിലല്ലാണ്ട് കയറല്ലേ എന്നാ വെയിലാ കയറിക്കോളി എന്താ രാധാകൃഷ്ണൻ എനിക്ക് കാര്യമായിട്ട് പറയാണ്ട് കാര്യമായിട്ടൊക്കെ പറയാനുണ്ടെന്ന് നിങ്ങളെ ഒഴിഞ്ഞ് കിട്ടാത്തോണ്ടാണ് ശരി ചെറിയൊരു പ്രശ്നമുണ്ട് അത് നിങ്ങൾ രഹസ്യമായി ചോദിക്കാച്ചിട്ട് വിളിച്ചാണ് നിങ്ങളെ പ്രശ്നം എന്താ വെച്ചാ പറഞ്ഞോ അങ്ങനെ ഇടക്കിടക്ക് നിങ്ങളെ പേരെന്ന് ഇങ്ങനെ രാത്രി ഒച്ചമ്പിളിയൊക്കെ കേൾക്കണതാണ് എന്താ നിങ്ങളെ തമ്മിൽ കുടുംബത്തിൽ വല്ല പ്രശ്നമുണ്ടോ ഒച്ചും വിളിയോ നിങ്ങള് രാത്രി ഇങ്ങനെ ഭയങ്കര ഒച്ചമ്പിളിയൊക്കെ കേൾക്കണം പെണ്ണുങ്ങൾ തമ്മിലേ എന്താ നിങ്ങൾ വല്ല പ്രശ്നമുണ്ടോ അതെല്ലാ പേരിലും ഒച്ചും വിളിയൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഈ അയലോക്കത്ത് 3-4 വീട്ടിലെ ഇപ്പൊ ഇങ്ങനെ കേൾക്കണേ ഇന്ത്യയെ പറ്റി എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടോ പറയുകളെ നിന്റെ രാധാകൃഷ്ണ ഇതൊക്കെ ഏതൊരു വീടാവുമ്പോഴും തട്ടിമുട്ടിയൊക്കെ ഉണ്ടാവും അതുണ്ടാവും അത് ഇങ്ങനെ ചെവി ഓർക്കല്ല ചെയ്യേണ്ടത് ചെവി ഓർക്കല്ല അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ രാത്രി ചോറൊക്കെ തന്ന് പുറത്തേക്ക് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ വായ്ക്കൂടുന്ന കേൾക്കുക അതുകൊണ്ട് പറഞ്ഞാട്ടോ പോയേക്കാ ഇന്റെ മക്കളെ ഞാൻ പൂക്കി പറയുന്നില്ല ഇന്റെ മക്കള് ഒരുത്തണ്ടാവും നല്ലതായി പഠിക്കണേ അനഗുണില്ല ഇപ്പനെ ഇന്റെ ചെറിയ കുട്ടി ഫോണിൽ പോലും കളിക്കൂല നമ്മൾ ഫോൺ കൊടുത്താൽ തന്നെ വേണ്ടാച്ചാ പറയും അത്രയും ഡീസന്റ് മക്കള് ഞാൻ ഇതായിട്ട് പറയില്ല കേട്ടോ ഒന്നും ഉണ്ടായിട്ട് പറയില്ല എന്ത് വർത്താനം പറഞ്ഞു പിന്നെ ആട്ടുകാലത്ത് പഠിക്കണേ നോക്കാതെ ശരി ഇതോ ഇത് ഓൺലൈൻ ക്ലാസ് അല്ലേ ഇത് ഓൺലൈൻ ക്ലാസ്സാ ഓൺലൈൻ ക്ലാസ്സോ ഓൺലൈൻ ക്ലാസ്സേ ഈ സമയത്തോ അല്ല ഓനെന്തോ ഇതിലെന്തോ പഠിക്കാണ് ഇതില് ഫോണില് ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞു എന്റെ ബാംഗ്ലൂർ ഒരു മോളില്ലേ ബാംഗ്ലൂർ മോൾക്ക് ഒരു കുട്ടിയുണ്ട് എന്താ ഇംഗ്ലീഷ് അറിയാമോ ഇതൊക്കെ എന്ത് നല്ല ഇംഗ്ലീഷാ ഞാൻ അതെല്ലാം അങ്ങനെ പോകാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ ഫുൾ ഇംഗ്ലീഷ് പറയുമ്പോ എനിക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ അപ്പൊ പോക്ക് നിർത്തിക്കാം അപ്പൊ മൊത്തത്തിൽ ഇംഗ്ലീഷ് മൊത്തത്തിൽ ഇപ്പൊ ഇംഗ്ലീഷ് ആയി ആണല്ലേ മോളെ കുട്ടി തന്നെ ആണോ അതെന്താ രാധാകൃഷ്ണൻ അങ്ങനെ ഒന്നുമില്ല എന്നാ ഞാനേ പള്ളി പോട്ടെ പള്ളി പോകും ഞാൻ പോട്ടെന്നാ എവിടേക്ക് പോണെന്ന് ഇതിപ്പോ ആവശ്യമില്ലാതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട് അങ്ങനെ പോയില്ല നിങ്ങള് ഇതിപ്പോ വണ്ടി വലിയല്ലോ എനിക്ക് പള്ളി സമയം ഞാൻ വേറൊരു കാര്യം പറയാം ഇത്രയും പറഞ്ഞത് നിങ്ങളിപ്പോ നിങ്ങളെ കുട്ടീന്റെ വലിയ പോലീസൊക്കെ പറഞ്ഞല്ലോ ഇങ്ങോട്ട് പേര് വേറൊരു കഥ പറഞ്ഞുതരാം ഞാൻ പോട്ടെന്നാ ഇങ്ങോട്ട് പേര് നിങ്ങളെ ഇനി നടക്ക് പറയുള്ളത് പറയാനുണ്ട് ഇങ്ങോട്ട് പേര് എന്താ വെച്ചാ പറയേ ഒരു കാര്യമാവട്ടെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങളെ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയ സെറ്റപ്പാന്ന് പറഞ്ഞല്ലോ ഇന്റെ ഈ കുട്ടി ഉണ്ടല്ലോ ഓൻ അതിനേക്കായി വലിയ ബുദ്ധിമാനാ എന്ത് ബുദ്ധിയായി പറയുന്നത് എന്ത് ബുദ്ധിന്റെ കാര്യം നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം ഇവനോട് ഞാൻ എന്ത് ചോദിച്ചാലും അത്രയും മെമ്മറി പവർ ഉള്ള ആളാ ഓന്റെ മനസ്സിന്ന് പോവില്ല ആ കുട്ടിയോട് ഇരുന്ന് പഠിക്കണ വെറുതെ പഠിക്കണല്ല വേറൊരു കാര്യം അവനോട് ചോദിക്കാൻ പോവാ അപ്പൊ എന്റെ മെമ്മറി പവർ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഈ എന്റെ കുട്ടീനോട് കാര്യം ചോദിക്കാം മോനെ അതായത് എന്റെ അച്ഛന്റെ അമ്മേന്റെ കല്യാണത്തിന് അനക്ക് എത്ര വയസ്സാ അത് വേണം അച്ഛാ അല്ല വേണം എന്റെ ബുദ്ധി ഇയാൾക്കൊന്ന് അറിയാൻ വേണ്ടിട്ട് ഇയാള് പറഞ്ഞല്ലോ ഇയാള് പേരെ കുട്ടികളൊക്കെ ഭയങ്കര ഇംഗ്ലീഷോ കാര്യങ്ങളൊന്നും അതുകൊണ്ടാ മോനെ ഈ പറ എത്ര വയസ്സാ 7 മാസം 7 മാസം കല്യാണം കഴിയുമ്പോൾ 7 മാസോ ഇവരെന്തൊക്കെയാ പറയണത് ഇവർക്ക് എങ്ങനെ അറിയണേ അല്ല മോനെ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെ കുട്ടീനോട് ആരാ പറഞ്ഞേ അപ്പുറത്തെ വീട്ടില് ബിജുവേട്ടൻ പറഞ്ഞാ അപ്പുറത്തെ വീട്ടിലെ ബിജുവേട്ടൻ അപ്പുറത്തെ വീട്ടിലെ ഇതാണേ എന്റെ രാധാകൃഷ്ണ വടിയോർത്ത് അടി വാങ്ങാൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ വടിയോർത്ത് മൂക്കമാപ്പിനെയാണ് വേഷിച്ചത് ഇയാണ് എന്റെ കുടുംബത്തിന് നന്നാക്കാൻ നടക്കണ്ടേ വണ്ടി പരി സ്വന്തം കാര്യം മറച്ചു വെച്ചിട്ട് ആരാന്റെ കാര്യം കുറെ അമുക്കുണ്ട് നാട്ടില് ഇവന്റെ ജീവിതം കോഞ്ഞാട്ടായി